എല്ലാവർക്കും നമസ്കാരം. ചെറിയ ഗാർഡൻ എക്സോട്ടിക് ഫ്രൂട്ട് ഫാമിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങളേവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇത് ചൈനീസ് ഇഞ്ചിയാണ്. നമ്മുടെ സുഹൃത്ത് ഡോക്ടർ ജോഷി ബഹ്റൈനിൽ നിന്ന് കൊണ്ടുവന്ന ചൈനീസ് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇവിടെ നട്ടാൽ വളരുമോ എന്നറിയാൻ നട്ടു നോക്കിയതാണ്. ചെറിയ ചാക്കിൽ മണ്ണ് നിറച്ചിട്ടാണ് നട്ടത്. മണ്ണിനൊപ്പം നമ്മുടെ ഗ്രീൻ ഗ്രാസ് വളം മാത്രമാണ് അപ്പോൾ കൊടുത്തത്. വേഗം തന്നെ ഇഞ്ചി മുളച്ചു പൊങ്ങിയിരുന്നു. അതിൻ്റെ തണ്ട് ഇതുപോലെ ഉയരത്തിലാണ് വളർന്നത്. സാധാരണ ഇഞ്ചിയുടെ ഇലയേക്കാളും വലിപ്പമുള്ള ഇലകളാണ് ഇതിൻ്റെ. കുറച്ച് മാസം കഴിഞ്ഞതോടെയാണ് ഇതുപോലെ ചെടിയിൽ നല്ല ഭംഗിയുള്ള പൂക്കൾ കാണാൻ തുടങ്ങിയത്. എന്നാൽ പിന്നെ ഇഞ്ചിനി പറിച്ചു നോക്കാൻ തന്നെ തീരുമാനിച്ചു. പതിയെ മണ്ണിളക്കിയപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഇഞ്ചിയാണ് കാണുന്നത്. സാധാരണ ഇഞ്ചിയുടെ ഇരട്ടി വലിപ്പമുണ്ട് ഇതിന്. നമുക്ക് കഴുകി നോക്കാം എങ്ങനെയുണ്ടെന്ന്. കണ്ടോ, ഇതിൻ്റെ ഓരോ മുകുളങ്ങളിൽ നിന്നും പുതിയ മുളകൾ വരുന്നുണ്ട്. മുറിച്ചാൽ നല്ല ഫ്ലഷ് നീരും ഉള്ളതാണ് ഈ ഇഞ്ചി. ഏതായാലും നമുക്ക് ഇഞ്ചി കുറച്ച് ഇതിൽ തന്നെ വെക്കാം. മണ്ണിട്ട് മൂടിയിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി നട്ട് വെക്കാം. അപ്പോൾ കുറേ ചെടികൾ പിടിപ്പിക്കാൻ കഴിയും. എല്ലാ വീട്ടിലും അത്യാവശ്യം വേണ്ട ചെടിയാണല്ലോ കറിവേപ്പില പോലെ തന്നെ ഇഞ്ചിയും. അപ്പോൾ അധികം സ്ഥലമില്ലാത്തവർക്കും ഈ ചൈനീസ് ഇഞ്ചി നടാം. 1-2 നട്ടാൽ മതി. എന്നിട്ട് സാവധാനം മണ്ണ് മാറ്റി ആവശ്യമുള്ള ഇഞ്ചി മാത്രം അടർത്തിയെടുത്താൽ മതി. ചെടി മുഴുവൻ പറിച്ചു കളയേണ്ട കാര്യമില്ല. മണ്ണിട്ട് മൂടിയാൽ പിന്നെ ഇഞ്ചി അവിടെ കിടന്ന് ആയിക്കോളും. എന്തായാലും ഈ ഇഞ്ചി ചെറിയ കവറിൽ പാകി വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തരാൻ എളുപ്പമാണ്. മുളച്ച പാടെ അറിയിക്കാം. പൂവ് പിന്നെ മുറ്റത്ത് അങ്ങനെ ഉണ്ടാകും. ഇഞ്ചി നട്ടാൽ ഇങ്ങനെയും ഒരു ഗുണമുണ്ട് കേട്ടോ. നല്ല കിടിലൻ പൂവാണ് ഇതിൻ്റെ. അധികം ഉറപ്പൊന്നും ഇല്ല. കുറേ ദിവസം ഈ പൂവ് ഇഞ്ചിയിൽ ഇങ്ങനെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇഞ്ചി മുളച്ചിട്ട് എല്ലാവരെയും അറിയിക്കാം. അപ്പോൾ ഓടി വന്ന് വാങ്ങിയാൽ മതിയാകും. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. കൂടാതെ തൊട്ടടുത്ത ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിടുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ ചെറിയ ഗാർഡനിലെ മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ബൈ ബൈ.